ഹായ് ഹലോ ഫ്രണ്ട്സ്, പൂക്കാലം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജലി പ്രഭയുടെ കള്ളത്തരം കൈയോടുകൂടി പിടികൂടി. താൻ കറികളിലൊന്നും ഉപ്പിട്ടില്ല എന്ന് പറയുമ്പോഴത്തേനും പ്രഭയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. തെറ്റ് താനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ തിരിച്ചു പറയാൻ പറ്റാണ്ടായി. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഇത് ഞാൻ വെറുതെ ഒരു തമാശ രൂപത്തിലാണ് എടുത്തത്, ഇനി അങ്ങനെ ആയിന്ന് വരില്ല, കളി കാര്യമായി പോവും, എന്നോട് കളിക്കാനായിട്ട് വരണ്ട പ്രഭ ചേച്ചി. അരവിന്ദേട്ട എന്തായാലും ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഹാളിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വേണു രാജുവിനെയും അതുപോലെ തന്നെ എല്ലാവരും വിളിച്ചു കൂട്ടുന്നുണ്ട്. രാജു ചോദിക്കുന്നുണ്ട്, എന്താ വേണു, എവിടെ, എന്താ പ്രശ്നം ചോദിക്കുന്നു. അമ്മ കൂടി വരട്ടെ എന്ന് പറയുമ്പോഴത്തേനും ചിത്ര പറയുന്നുണ്ട്, അമ്മ വരുന്നതിന് മുന്നേ ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അമ്മ വരുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വേണു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ പ്രഭമോളെക്കുറിച്ചാണ്. എനിക്ക് പ്രഭയെ ഇഷ്ടമില്ലെന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രഭയോട് തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മോള് കാരണമാണെന്നൊക്കെ പറയുന്നു. അവൾ ഈ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഓടി നടന്നു, കാര്യങ്ങളൊക്കെ എൻ്റെ മോൾ തന്നെയാണ് ചെയ്തത്. ഒരു കാര്യത്തിലും എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല, എല്ലാം കൃത്യമായിട്ട് തന്നെയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രഭയ്ക്ക് ഞാനൊരു സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പ്രഭയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ചിത്ര ചോദിക്കുന്നു, അഞ്ജലി മോൾക്കും ഒരു സമ്മാനം വാങ്ങിയ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അവൾ ജയിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നു. മോൾക്കും ഞാൻ എന്തായാലും ഒരു സമ്മാനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു, പക്ഷേ അത് പ്രഭയ്ക്ക് വാങ്ങിയിട്ടുള്ള ആ സമ്മാനമാണ് ഞാൻ അഞ്ജലിക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്, വേറൊന്നല്ല, പ്രഭയ്ക്ക് ഞാൻ പിന്നീട് വാങ്ങിക്കൊടുത്തോളാം എന്ന് പറയുന്നു. അപ്പോൾ രാജുവും വൈഫും പറയുന്നുണ്ട്, അത് വേണ്ട, അതിൻ്റെ ആവശ്യകതയില്ല, എന്തായാലും ചേട്ടൻ എന്തായാലും പ്രഭ മോൾക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവൾക്ക് വിഷമാവുമെന്ന് പറയുന്നു. അങ്ങനെയൊന്നുമില്ല, എൻ്റെ മോൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറയുന്നു. അങ്ങനെ അഞ്ജലിക്ക് ഗിഫ്റ്റ് കൊടുക്കാട്ടോ ചെയ്യുന്നത്. ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ അത് മറ്റൊന്നല്ല, ഒരു നെക്ലേസാണ്. അത് അഞ്ജലിയോട് തുറന്ന് നോക്കാനായിട്ട് പറയുന്നു. തുറന്ന് നോക്കുമ്പോൾ നെക്ലേസ് കാണുമ്പോൾ ബോധം കെട്ട് വീഴാട്ടോ പ്രഭ ചെയ്യുന്നത്. അതിനുശേഷം മനുവിനെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്, എന്തായാലും ഇവളുടെ കഴുത്തിലൊന്ന് ഇട്ട് കൊടുത്തേ മനൂട്ടാന്ന് പറയുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇപ്പോൾ ഇടുന്നില്ല, റൂമിൽ പോയിട്ട് ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയെ വിളിച്ചുകൊണ്ട് മനു അങ്ങോട്ട് ഓടിപ്പോകുന്നു കേട്ടോ. എന്നിട്ട് റൂമിലിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അഞ്ജലി പറയുന്നുണ്ട്, ഇത് വല്ലാത്ത കഷ്ടമാണ് മനു, എന്തായാലും അവരോട് കാര്യങ്ങൾ തുറന്നു പറയാൻ നല്ല നിവർത്തിയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, രാജു അങ്കിളിനോട് പറയാൻ തനിക്ക് ധൈര്യമുണ്ടെന്ന് ചോദിക്കുന്നു. അതില്ല എന്ന് പറയുന്നു. അതുപോലെ എൻ്റെ അവസ്ഥ എന്തായാലും ഇങ്ങനെ തുടരട്ടെ, നമുക്ക് നോക്കാം. അപ്പോഴത്തേനും ചിത്രയും രാജിയും കൂടെ അങ്ങോട്ട് വരികട്ടോ ചെയ്യുന്നത്, ജാനിയും കൂടെ അങ്ങോട്ട് വരുന്നു. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, മനുട്ടാ ഞാൻ താങ്കൾ പറഞ്ഞത് കേൾക്ക്, ആ മാല മോളുടെ കഴുത്തിലൊന്ന് ഇട്ട് കാണിക്കുക, എനിക്കൊന്ന് കാണാനാണെന്ന് പറയുന്നു. അങ്ങനെ മാല എവിടെയും ചോദിക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് എടുക്കാട്ടോ മനു ചെയ്യുന്നത്. ഇത് പോക്കറ്റിലിട്ട് നടക്കാനുള്ളതല്ല, മോളുടെ കഴുത്തിൽ കിടക്കാനുള്ളതാണ്, നീ എന്തായാലും അത് ചാർത്തി കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ മനു ആ ഒരു നെക്ലേസ് അഞ്ജലിയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ. ഇത് കാണുന്നത് ജാനിക്കും അതുപോലെ തന്നെ ചിത്രയ്ക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീട് എന്തായാലും മോനെ ഒരു സെൽഫി എടുക്കാമെന്ന് ജാനി പറയുന്നു. അങ്ങനെ അഞ്ജലിയെയും ചിത്രയെയും ജാനിയും ഒക്കെ കൂട്ടിയിട്ട് മനു ഒരു സെൽഫി എടുക്കുന്നു. എടുത്തതിന് ശേഷം എന്തായാലും സ്വർഗ്ഗത്തിൽ കട്ടുമ്പോൾ ഞങ്ങളാവുന്നില്ല, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അതിനുശേഷം തന്നെ മനു അഞ്ജലിയെ നോക്കി പറയുന്നുണ്ട്, എന്തായാലും ഈ നെക്ലേസ് കൊള്ളാമെന്ന് പറയുന്നു, സെലക്ഷൻ ഒട്ടും മോശമായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ആണോ നെക്ലേസിൻ്റെ ആണോ എന്ന് പറയാം, രണ്ടും നന്നായിട്ടുണ്ട്, തൻ്റെ കാര്യത്തിലാണെങ്കിൽ ആളങ്ങ് വിദേശത്തല്ലേ, എന്ത് പറയാനാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്.